കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ബൈബിളിലെ ചെറിയ പുസ്തകങ്ങളിൽ ഒന്നാണ് യോനായുടെ പുസ്തകം. അതിലെ ചെറിയ അധ്യായമാണ് 2-ാം അധ്യായം. ആരംഭവാക്യത്തിൽ യോന മത്സ്യത്തിൻ്റെ വയറ്റിലും ഒടുവിലത്തെ വാക്യത്തിൽ യോന കരയിലുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ യോന നിലവിളിച്ചു, ദൈവം അത് കേട്ടു. സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മടിയുള്ളവർ പാതാളം പോലെയുള്ള സ്ഥലത്ത് എത്തി പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാക്കരുത്. ആരും അറിയാത്ത ഒരുവനായി യാത്ര ചെയ്യാനാണ് യോന താല്പര്യപ്പെട്ടത്. യോന അബദ്ധത്തിൽ വഴി തെറ്റിയവനല്ല, അറിഞ്ഞുകൊണ്ട് വഴി മാറിപ്പോയതാണ്. ജീവിതയാത്രയിൽ സ്വാർത്ഥതയ്ക്കും സുഖ സൗകര്യത്തിനുമായി ദൈവത്തിൽ നിന്നും വഴി മാറിപ്പോകുന്നവരുണ്ട്. നാം വഴി മാറിപ്പോയാലും ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിൽ തന്നെ ഒടുവിൽ നാം എത്തും. ദൈവസ്നേഹത്തിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ ദൈവകോപത്തിൽ നിന്നും നാം തെറ്റി ഒഴിയും. നാം ആഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ആലോചനയാണ് ലഭിക്കുന്നതെങ്കിൽ പരാതിപ്പെടാതെ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അത്ഭുതകരമായ ദൈവകരം ദർശിപ്പാൻ കഴിയും. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ ആലോചനയ്ക്കനുസരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.